മതസ്പർദ്ധയുണ്ടാക്കി വർഗീയ കലാപങ്ങൾക്ക് വേണ്ടി ചില ഫാസിസ്റ്റ് ശക്തികൾ ഇവിടെ ഗൂഢമായ തന്ത്രങ്ങൾ മെനയുമ്പോ ഏത് സമയത്തും ആരുടെ കഴുത്തും വെട്ടപ്പെട്ടേക്കാം, ആരെയും കൊലപ്പെടുത്തിയേക്കാം എന്ന സാഹചര്യത്തിൽ അള്ളാഹുവിന്റെ സംരക്ഷണം വേണോ? അള്ളാഹുവിന്റെ സംരക്ഷണം വേണോ? അതിനൊരു പരിഹാരം അള്ളാഹു പറഞ്ഞത് പരിശുദ്ധമായ ഖുർആൻ ഓതേണ്ടത് പോലെ ഓതിയാൽ. എങ്ങനെയാണ് ഓതേണ്ടത് പോലെ ഓതൽ? ഖുർആൻ ഓതേണ്ടത് പോലെ ഓതുക എന്ന് പറഞ്ഞാൽ അതിന്റെ തജ്വീദിന്റെ നിയമപ്രകാരം ഓതണം, വളരെ ഭംഗിയായി ഓതണം. ചില ആയത്തുകൾ അർത്ഥമാലോചിച്ച് ഓതേണ്ട ആയത്തുകൾ അർത്ഥമാലോചിച്ച് തന്നെ ഓതണം. അതുകൊണ്ടാണ് സ്വഹാബാക്കളിൽപ്പെട്ട ചില ആളുകൾ അല്ലാഹുവിന്റെ ഹബീബിന്റെ സമീപത്തേക്ക് കടന്നു വരുന്നുണ്ട്. യാ റസൂലല്ലാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം, നബിയേ ഞാൻ ഖുർആൻ ഓതാനുള്ള കഴിവെനിക്കുണ്ട്. ഞാൻ മാസത്തിൽ എത്ര തവണയാണ് ഞാൻ ഓതുന്നത്? എങ്ങനെയാണ് ഞാൻ ഓതേണ്ടത്? അല്ലാഹുവിന്റെ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത് മാസത്തിൽ ഒരു തവണ ഒരു ഖത്തം തീർക്കണം. ഒരു തവണ ഒരു ഖത്തം. എത്ര ആളുണ്ട് ഇവിടെ തീർക്കുന്നവർ? ഒരു തവണ ഒരു ഖത്തം, ഒരു ജുസ് അല്ല, ഒരു പേജ് അല്ല, ഒരു ഖത്തം. എത്ര ആളുകളുണ്ട് തീർക്കുന്നത്? സ്വഹാബി പറഞ്ഞു, കേൾക്കുവന്റെ സഹോദര, സ്വഹാബി പറഞ്ഞു ഒരു ഖത്തമോ ഒരു മാസത്തിൽ അതിനേക്കാളൊക്കെ വേഗത്തിൽ എനിക്ക് ഓതി തീർക്കാൻ പറ്റും നബിയെ. അതിനേക്കാൾ ചുരുങ്ങിയ ദിവസം പറഞ്ഞു തരൂ. എന്നാൽ 15 ദിവസത്തിൽ ഒരു ഖത്തം തീർക്കണം. 15 ദിവസത്തിൽ ഒരു ഖത്തം തീർക്കണം. 15 ദിവസത്തിൽ ഒരു ഖത്തമോ? അതിനേക്കാളൊക്കെ വേഗത്തിൽ എനിക്ക് ഓതാൻ പറ്റും. എന്നാ 10 ദിവസത്തിൽ തീർത്തോ? 10 ദിവസത്തിൽ ഒരു ഖത്തം. അതൊന്നുമല്ല, അതിനേക്കാളും വേഗത്തിൽ എനിക്ക് ഓതാൻ പറ്റും. നബി തങ്ങൾ പറഞ്ഞു, ആഴ്ചയിൽ ഒരു ഖത്തം തീർക്കുമോനെ? സ്വഹാബി പറഞ്ഞു, യാ റസൂലല്ലാഹ്, ഒരാഴ്ചയിൽ ഒരു ഖത്തമല്ല, അതിനേക്കാളും ഒരാഴ്ച 2 ഖത്തമെങ്കിലും ഓതാൻ എനിക്ക് കഴിയുമെന്ന് പറഞ്ഞപ്പോ മുത്തുനബി പറഞ്ഞ മറുപടി കേൾക്ക് ചെറുപ്പക്കാരാ, മുത്തുനബി പറഞ്ഞ മറുപടി കേൾക്ക് സഹോദരാ, സഹോദരിമാരെ. നമ്മൾ എന്താ പറയാ? മാസത്തിൽ ഒരു ഖത്തം തീർക്കണം എന്ന് പറയുമ്പോ നബിയെ കൊല്ലത്തിൽ ഒന്നാക്കാൻ വല്ല വഴിയുണ്ടോ? അല്ലെ, നമ്മൾ എങ്ങനെയല്ല ചോദിക്കാം? മാസത്തിൽ ഒരു ഖത്തം ഓതണം ഉസ്താദെ, കൊല്ലത്തിൽ ഒന്നാക്കി തീർക്കാൻ വല്ല വഴിയുണ്ടോ? അഡ്ജസ്റ്റ്മെന്റ് ഉണ്ടോ? എക്സ്ക്യൂസ് ഉണ്ടോ? അത് നമ്മൾ ചോദിക്കുക. അവരെങ്ങനെയല്ല ചോദിച്ചത്? ആഴ്ചയിൽ 2 ഖത്തം തീർത്തോട്ടെ, ഒരു മാസത്തിൽ ഓൺലി 1 ജുസ്, ഒരു ജുസോ ഞാൻ ആഴ്ചയിൽ 2 തീർത്തോട്ടെ. നബിതങ്ങൾ പറഞ്ഞു, വേണ്ട, ആഴ്ചയിൽ 2 ഖത്തം തീർക്കണ്ട, ദിവസേന ഒരു ഖത്തം ഓതി തീർക്കേണ്ട. കാരണം എന്തേ? ഓതുമ്പോൾ ഇങ്ങനെ ഓതുമ്പോൾ വേഗത്തിൽ ഓതേണ്ടി വരും. വേഗത്തിൽ ഓതുമ്പോൾ അർത്ഥം ആലോചിച്ചില്ല എന്ന് വരാം. ഒരുപക്ഷെ അതിന്റെ തജ്വീദിന്റെ നിയമപ്രകാരം തെറ്റിയേക്കാൻ, അതിന്റെ ആശയങ്ങളിലേക്ക് ഇറങ്ങാനുള്ള സമയം കിട്ടൂല. അപ്പൊ തെറ്റ് വന്നു പോകും. അതുകൊണ്ട് ഒരാഴ്ചയ്ക്കുള്ളിൽ ഒരു ഖത്തം തീർത്താൽ മതി. ഒരു ദിവസത്തിലൊന്നു വേണ്ട, 4 ദിവസത്തിലൊന്നു വേണ്ട, 5 ദിവസത്തിലൊന്നു വേണ്ട, 6 ദിവസത്തിലൊന്നു വേണ്ട, ആഴ്ചയിൽ ഒരു ഖത്തം തീർത്താൽ മതി. അപ്പൊ സാവധാനം ഓതി അതിന്റെ ആഴങ്ങളിലേക്ക് അതിന്റെ ആശയങ്ങൾ മനസ്സിലാക്കി ഓതിയാൽ മതി. ഇതാണ് അല്ലാഹുവിന്റെ ഹബീബ് പഠിപ്പിച്ചത് സല്ലല്ലാഹു അലൈഹി വസല്ലം. ധനവിധങ്ങൾ പഠിപ്പിച്ചത് ഈ ഓതിയാലാണ് ഞാൻ പറഞ്ഞു ഈ ഓഫർ കിട്ടുക. ഖുർആൻ അല്ലാത്ത വേറൊന്നും ഞാൻ ഇവിടെ പറഞ്ഞിട്ടില്ല. അല്ലാഹുവിന്റെ ഹബീബായ മുത്ത് റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നുണ്ട്, എന്റെ ഉമ്മമാരെ, ഈ ദഅവ പറയുന്നത് നിങ്ങളോടാണ്. നിങ്ങളോടെന്ന് പറഞ്ഞാൽ നിങ്ങൾ നിങ്ങളുടെ മക്കൾക്ക് കൈമാറേണ്ട സന്ദേശമാണിത്. എവിടെയാണ് നിങ്ങളുടെ മക്കൾ ഈ വാലിന്റെ സദസ്സിലെത്തിയിട്ടുണ്ടോ? നിങ്ങളാണ് എത്തിക്കേണ്ടത്. വീട്ടിലേക്ക് വരുന്ന മക്കൾക്ക് ഭക്ഷണം ഒരുക്കി കൊടുക്കുന്ന ഉമ്മമാരെ, കുപ്പായം വാങ്ങിച്ചു കൊടുക്കുന്ന ഉമ്മമാരെ, മൊബൈൽ ഫോണുകൾ വാങ്ങിച്ചു കൊടുക്കുന്ന ഉമ്മമാരെ, ദുനിയാവിന്റെ നരകത്തിൽ നിന്നാണ് നിങ്ങൾ മക്കളെ രക്ഷപ്പെടുത്തിയത്. ആഖിറത്തിൽ ഒരു നരകമുണ്ട്. ആ നരകത്തിൽ നിന്ന് രക്ഷപ്പെടുത്തിയിട്ടില്ല. ആഖിറത്തിന്റെ നരകത്തിൽ നിന്ന് മക്കളെ രക്ഷപ്പെടുത്തിയിട്ടില്ല. എന്താണ് ഖുർആൻ പറഞ്ഞത്? യാ
അയ്യുഹല്ലദീന ആമനൂ, ഓ സത്യവിശ്വാസികളെ, ഓ മുഅ്മിനീങ്ങളെ, അല്ലാഹുവിനെ കൊണ്ട് വിശ്വസിച്ച ആളുകളെ, നിങ്ങൾ നിങ്ങളുടെ ശരീരത്തെ നരകത്തിൽ നിന്ന് സൂക്ഷിക്കണമെന്നല്ല പറഞ്ഞത്. നിങ്ങൾ നിങ്ങളുടെ ശരീരത്തെ നരകത്തിൽ നിന്ന് സൂക്ഷിക്കണമെന്നല്ല പറഞ്ഞത്. നിങ്ങളുടെ ശരീരത്തെ, നിങ്ങളുടെ ഭാര്യമാരെ, നിങ്ങളുടെ മക്കളെ നരകത്തിൽ നിന്ന് സൂക്ഷിക്കേണ്ടത്, നരകത്തിലേക്ക് വീഴാതെ സംരക്ഷിക്കേണ്ടത് നിങ്ങളുടെ ബാധ്യതയാണ്. കേൾക്കുന്നുണ്ടോ ഉപ്പമാരെ, ഉമ്മമാരെ? നിങ്ങൾ എന്താ വിചാരിച്ചത്? തസ്ബീഹ് മാല പിടിച്ച് തഹജ്ജുദ് നിസ്കരിച്ച സ്വർഗത്തിലെത്തുന്നോ? വിചാരിക്കണ്ട, ഇംപോസിബിൾ, അത് അസാധ്യമാണ്. നിങ്ങൾ അങ്ങനെ വിചാരിക്കേ വേണ്ട. നിങ്ങൾ നന്നായ സ്വർഗം കിട്ടുമെന്ന് വിചാരിച്ചു, മക്കൾ മോശമായി നിങ്ങൾ നന്നായ സ്വർഗം കിട്ടുമെന്ന് വിചാരിച്ചു? ഇല്ലില്ല. കേൾക്കുവന്റെ സഹോദര, കേൾക്കുവന്റെ ഉമ്മമാരെ, നിങ്ങളൊരു ഹാജിയായിരിക്കാം, വർഷത്തിലൊരു ഉംറ, വർഷത്തിലൊരു ഹജ്ജ്, മാസങ്ങളൊരു ഖുർആൻ, ഖുർആൻ എല്ലാം ഓതി കണ്ട പാലിന്റെ സദസ്സുകളിലൊക്കെ ഇരുന്നിട്ട് ഒരുപാട് നന്മ ചെയ്യുന്ന നിങ്ങൾക്ക്, ഒരുപാട് നന്മ ചെയ്യുന്ന നിങ്ങൾക്ക് നാളെ സ്വർഗം കിട്ടുന്നുള്ള ഉറപ്പ് വേണ്ട. എന്റെ കാരണം ഒന്ന് മാത്രമാണ്, മക്കളെ വളർത്തുന്നതിൽ വീഴ്ച പറ്റിയാൽ സ്വർഗം പ്രതീക്ഷിക്കേ വേണ്ട. 15 വയസ്സ് വരെയാണ് മക്കളെ പഠിപ്പിക്കാൻ അല്ലാഹു സമയം തന്നത്. 15 വയസ്സ് വരെ, 15 വയസ്സ് വരെ നമ്മുടെ മക്കളെ പഠിപ്പിക്കാൻ അല്ലാഹു നമ്മെ ഏൽപ്പിച്ചിട്ട് ആ സമയത്ത് സംസ്കാരവും ദീനും പഠിപ്പിക്കാതെ ഭൗതികതയുടെ പിന്നാലെ നമ്മുടെ മക്കളെ കൊണ്ടുപോകുമ്പോൾ ആ മക്കളാണ് നാളെ നരകം വാങ്ങിച്ചു തരുന്നത്. കാരണം എന്തേ? അല്ലാഹുവിന്റെ ഹബീബ് പറഞ്ഞ വിഷയമാണിത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇങ്ങനെ പിടിക്കുമ്പോൾ ഒരു സൗണ്ട് കിട്ടുന്നുണ്ട്. ആ സൗണ്ടാണ് പിടിക്കാതിരിക്കുമ്പോൾ കിട്ടേണ്ടത്. അത് ഇവിടെ വന്ന നിങ്ങൾക്ക് മനസ്സിലാവും അല്ലേ? മാറ്റില്ലേ? ഇങ്ങനെ പിടിക്കുമ്പോൾ ഒരു സൗണ്ട് ഉണ്ട്, ഇത് ഒഴിവാക്കുമ്പോൾ ഒരു സൗണ്ട് ഉണ്ട്. അതുകൊണ്ടാണ് എനിക്ക് ഇത്ര സ്ട്രെയിൻ എടുക്കേണ്ടി വരുന്നത്. മൈക്കിനെ കുറ്റം പറയുന്നില്ല, കുറ്റം പറഞ്ഞാൽ സംഘാടകർക്ക് പ്രശ്നമാണ്. ഒരു സ്ഥലത്ത് ഞാൻ ആമയൂർ പട്ടാമ്പി ജില്ലയിൽ കാസർഗോഡ് നിന്ന് വാലിന് പോയതാണ്. വലിയ സദസ്സാണ്. കാഞ്ഞങ്ങാട്ടാര് പോലെ വണ്ടിയിൽ റോഡ് സൈഡിലല്ല, ഇവിടെ ഇരിക്കുന്ന ആളാണ്. നമ്മൾ നാട്ടുകാരായതുകൊണ്ടൊന്നും എനിക്കറിയില്ല. ഇവിടെ വന്ന എല്ലാ സദസ്സും ഇങ്ങനെയാണ് കണ്ടത്, ചുറ്റുഭാഗത്ത് വന്ന എല്ലാ സദസ്സും ഇങ്ങനെ തന്നെയാണ് കണ്ടത്. പിന്നെ സദസ്സിൽ ആൾ നിറഞ്ഞിട്ട് വലിയ കാര്യമൊന്നുമില്ലല്ലോ. കേൾക്കുന്ന ആള് ഒന്നുണ്ടെങ്കിൽ അത് നന്നാവലല്ലേ നമ്മുടെ ലക്ഷ്യം. അല്ലാഹു നമ്മളൊക്കെ നല്ലവരിൽപ്പെടുത്തട്ടെ. അപ്പൊ ഞാനിവിടെ പോയിട്ട് പടച്ചോട് മൈക്ക് എന്ന് പറഞ്ഞാൽ എനിക്ക് ഒരുപക്ഷെ നാളെ ശബ്ദം ഉണ്ടായിക്കൊള്ളുന്നില്ല. മൈക്ക് എന്ന് പറഞ്ഞാൽ അത്ര പ്രസംഗിക്കുമ്പോൾ തന്നെ വലിയ വരാണ്. അപ്പൊ ഞാൻ ഓപ്പറേറ്ററോട് ഇങ്ങനെ ചെയ്യുന്നൊക്കെ പറഞ്ഞു. ഓപ്പറേറ്റർ ചുക്കും അറിയില്ല. കാരണം ഇത് പന്തിൽ കിട്ടുന്ന ആളൊക്കെ തിരിക്കാനായിരിക്കും. അതാ പ്രശ്നം. ഇത് പഠിച്ചാലല്ലേ ഈ വിഷയം അറിയുള്ളൂ. ഇതൊന്നും പഠിക്കേണ്ട വിഷയം. ഇത് പഠിക്കാതെ പന്തൽ കെട്ടുന്ന ആള്, ഷീറ്റ് കെട്ടുന്ന ആള്, ബൾബ് സ്വിച്ച് ഇടുന്ന ആളൊക്കെ ഓപ്പറേറ്ററായി കൊണ്ടുവരും. അപ്പൊ ഇവർക്കൊന്നും തിരിയൂല. ഇവരിങ്ങനെ തിരിക്കും. മനുഷ്യന്മാരിങ്ങനെ പ്രസംഗിച്ച് 2 മണിക്കൂറാകുമ്പോൾ താഴ്വാനായി. പിന്നെ 2 ദിവസം നെഞ്ചുവേദന. ഞാൻ അവിടെ ശരിക്കും ദേഷ്യപ്പെട്ടു. ഞാൻ ദേഷ്യപ്പെടാറില്ല. എനിക്ക് ആ സദസ്സ് കണ്ടിട്ട് വിഷമം തോന്നിയിട്ട് ഞാൻ ദേഷ്യപ്പെട്ടു. പിന്നെ സംഘാടകർ ഉസ്താദ് മൈക്കിനെ കുറ്റം പറഞ്ഞു, ഉസ്താദ് ഇങ്ങനെ മൈക്കിനെ കുറ്റം പറഞ്ഞു. പിന്നെ നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഇനി വാത് പറഞ്ഞില്ല, ഞാൻ നിർത്തിപ്പോവാണ്, 1/2 മണിക്കൂർ കഴിഞ്ഞ് നിർത്തിപ്പോവാണ് എന്നാ പിന്നെ അതും പ്രശ്നം. എന്ത് ചെയ്യണം? ആ സംഘാടകർ ശ്രദ്ധിക്കേണ്ട വിഷയമല്ലേ? നല്ല ഓപ്പറേറ്റർ വെക്കല്, നല്ല മൈക്ക് വെക്കലൊക്കെ. അപ്പൊ അതൊന്നുമില്ല വിഷയം. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ, ഞാൻ പറഞ്ഞത് ഇങ്ങനെ പിടിക്കുമ്പോൾ കിട്ടുന്ന സൗണ്ട് പിടിക്കാതെ കിട്ടിയ റാഹത്തായി. ഇൻഷാ അല്ലാഹ് അതിന് എന്തൊക്കെ മാറ്റണമെന്നൊന്നും എനിക്കറിയില്ല, കാരണം ഞാൻ ആ മേഖല പഠിച്ചിട്ടില്ല. അപ്പൊ എന്റെ പ്രിയപ്പെട്ട ഉമ്മമാർ, എന്റെ സഹോദരിമാർ, നിങ്ങൾ കേൾക്കണം ഈ വിഷയം. യാ അയ്യുഹല്ലദീന ആമനൂ ഖൂ അൻഫുസകും വഅഹ്ലീകും നാറാ. നിങ്ങൾ നിങ്ങളുടെ ശരീരത്തെയും നിങ്ങളുടെ ഭാര്യമാരുടെ, നിങ്ങളുടെ മക്കളുടെ ശരീരത്തെയും നിങ്ങൾ നരകത്തിൽ നിന്ന് സൂക്ഷിക്കണേ എന്ന് അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം ഖുർആനിൽ പഠിപ്പിക്കുകയാണ്. ഒരു കൈച്ചെയിൻ നഷ്ടപ്പെട്ടിട്ടുണ്ട്, കിട്ടിയവർ ഉറൂസ് കമ്മിറ്റി ഓഫീസിൽ ഏൽപ്പിക്കുക. കൈച്ചെയിൻ എവിടെ നിന്നെങ്കിലും വീണ് കിട്ടിയ അതിന് പുറക്കാൻ പോകണ്ട, കിട്ടിയിട്ടുണ്ടെങ്കിൽ കൊടുക്കുക, ഇവിടെ ഏൽപ്പിക്കുക. ഇൻഷാ അല്ലാഹ് അല്ലാഹു എളുപ്പത്തിൽ തിരിച്ച് അല്ലാഹു ആ സഹോദരിക്ക് നൽകുമാറാവട്ടെ. അല്ലാഹു അതിനുള്ള വഴി ഒരുക്കി കൊടുക്കട്ടെ. അപ്പൊ നമ്മൾ ചർച്ച ചെയ്തു വന്നത് നമ്മുടെ മാത്രം നന്നായി മക്കൾ നന്നായില്ല, സ്വർഗം കിട്ടുന്ന പ്രതീക്ഷ. കാരണം നമ്മുടെ ഭാഗത്ത് വീഴ്ച വന്നാൽ, മക്കളെ പഠിപ്പിക്കുന്ന വിഷയത്തിൽ വീഴ്ച വന്നാൽ, സുബ്ഹി നിസ്കരിക്കാതെ കിടന്നുറങ്ങുന്ന മക്കളെ കാണുന്നുണ്ട്, അവരെ വിളിച്ച് നിസ്കരിപ്പിക്കാൻ ഉമ്മമാര് തയ്യാറാവുന്നില്ല. ഉറങ്ങിക്കോട്ടെ, കുഞ്ഞല്ലേ,
കുട്ടിയല്ലേ, 18 വയസ്സായിട്ടുണ്ട്, കുട്ടി ഉറങ്ങട്ടെ. നിങ്ങൾ കേൾക്കണോ? അല്ലാഹുവിന്റെ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തന്റെ പൊന്നുമോൾ ഫാത്തിമ ബീബി റളിയല്ലാഹു അൻഹയുടെ കല്യാണം കഴിഞ്ഞിട്ട് അലി തങ്ങൾക്ക് കല്യാണം കഴിച്ചു കൊടുത്തിട്ട് ആദ്യ രാത്രി മുതൽ 6 മാസമാണ് വീട്ടിലേക്ക് ചെന്നിട്ട് സുബഹി നിസ്കാരത്തിന്റെ സമയത്ത് അസ്സലാത്തു യാ അഹ്ലൽ ബൈത്ത്, നബി കുടുംബമേ നിസ്കാരം എന്ന് പറഞ്ഞിട്ട് സുബഹി നിസ്കരിക്കാൻ വിളിച്ചിട്ടാണ് നബി തങ്ങൾ പള്ളിയിൽ പോയിരുന്നത്. ആദ്യ രാത്രി മുതൽ. നിങ്ങൾ വിളിക്കാറുണ്ടോ കല്യാണം കഴിഞ്ഞിട്ട്? ഓ, ഇന്ന് ആദ്യ രാത്രിയിൽ അവർ ഉറങ്ങിയിട്ടുണ്ടാവൂല, സുബഹി നിസ്കരിക്കാതെ കിടന്നുറങ്ങിക്കോട്ടെ. ഈ ദാമ്പത്യ ജീവിതത്തിൽ നിന്ന് വളരുന്ന മക്കൾ എങ്ങനെ നന്നാവുന്ന നിങ്ങൾ പ്രതീക്ഷിക്കുന്നത്? നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ നന്നാവും? ഫസ്റ്റ് നൈറ്റ് തന്നെ സുബഹി നിസ്കരിച്ചിട്ടില്ല, അത് വിളിക്കാൻ ഉമ്മയും തയ്യാറായിട്ടില്ല, ഉപ്പയും തയ്യാറായിട്ടില്ല.